അതിന്റെ ഷോർട്സോ റീൽസോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സിനിമ തന്നെ ഫുള്ള് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. അതേപോലത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും മിസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ സിനിമകൾക്ക് ഒരാഴ്ച 7-8 പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ വാഷോട്ടിൽ പോകുന്ന ചിത്രങ്ങളാണ് കൂടുതൽ. അത് നിലനിൽക്കുന്ന 1-2 മാത്രം. എന്തുകൊണ്ടായിരിക്കും ഒരു ആക്ഷൻ നിലയിലേക്ക്? അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നില്ല. അപ്പോ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, അത് സത്യാവസ്ഥയാണ്. ഇപ്പൊ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററുകളുടെ അഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളികൾ നോർമലി എല്ലാ സിനിമകളും കൊറോണ പീരീഡ് വന്ന സമയത്ത് തൊട്ട് എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് കാണാൻ ഇച്ചിരൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പൊ മറ്റു ലാംഗ്വേജിലുള്ള ഇപ്പൊ തിയേറ്ററിൽ കാണുന്ന അന്യഭാഷ ചിത്രങ്ങൾ തന്നെ ഫസ്റ്റ് അതിലോട്ട് കാണാൻ ടെൻഡൻസി ഉണ്ട്. ശരിക്കും മറ്റ് മലയാള സിനിമ പ്രൊഡ്യൂസറിന് അറിയാം, മറ്റു ഭാഷകളുടെ ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുകയാണ്. ശരിക്കും അതൊരു ഫോൾട്ടായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ഫോൾട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു അളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത്. നല്ല സിനിമകൾ ഇവിടെ ഓടും. അതിപ്പോ 100 തിയേറ്റർ ആണെങ്കിലും 200 തിയേറ്റർ ആണെങ്കിലും 1000 തിയേറ്റർ ആണെങ്കിലും ഓടും. പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം. സിനിമ എന്ന് പറയുന്നത് ദർ ഇസ് നോ ലാംഗ്വേജ് ബാരിയർ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ എഫേർട്ട് എടുക്കില്ല നമ്മുടെ ഇൻഡസ്ട്രി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്നിട്ടില്ലേ ഇല്ല. അപ്പൊ അത് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്കിവിടെ സിയാദിനെ പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസും അസോസിയേഷൻസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാദ് ഞാനിതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ചെയ്യാൻ തരാനുള്ള ഞങ്ങളുടെ വേദി എന്ന് പറയുന്നത് ഇതിന്റെ ഈ സിനിമയുടെ പ്രമോഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. കോൺട്രവേഴ്സിക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ഇവരൻ പറഞ്ഞ കാര്യം നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം, ഉണ്ടായേ പറ്റും. അതിലുപരിയായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്യാരക്ടറിൽ ഈ സിനിമയുടെ നരേഷൻ ഇൻസീൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റേ അരുണും പ്രമോദും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ചെറിയ സിനിമയെ പറ്റിയാണ്. രേഖ എന്ന് പറഞ്ഞ ഒരു പടം അത് ഞാൻ കണ്ടിരുന്നു. അതിലെ വിൻസിയുടെ പെർഫോമൻസ് ആണ് ഇതിന്റെ ഇൻസ്പിറേഷൻ. ബിക്കോസ് അപ്പൊ ചെറിയ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയില്ല. സിനിമ ഓടുമ്പോഴത്തേക്കും അത് വലിയ സിനിമയായി മാറുന്നു. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞ മാതിരി ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും സിനിമ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിന്റെ ഒരു അതായത് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നതുകൂടി ആർക്കും സിനിമ എടുക്കാം എന്നുള്ളൊരു പ്രവണത നിലവിലുണ്ട്. പക്ഷെ അതിന്റെ കോണ്ടന്റോ അല്ലെങ്കിൽ അതിനുള്ള കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ മെയിൻ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ഒരു നായകൻ ആയിട്ട് വരുന്നു, വേറൊരു പെൺകുട്ടി ഒന്നും അറിയാൻ പാടാത്ത ഒരു പെൺകുട്ടി ഇതുവരെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെ ഹീറോയിനാക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവണതയല്ല. സിനിമ ഈസ് വലിയൊരു പാഷനും വലിയൊരു സ്റ്റഡിയും ആവശ്യമുള്ള ഒരു മേഖലയാണ്. അത് സിമ്പിളായിട്ട് കണ്ടുകൊണ്ടും വരുന്ന സിനിമകളാണ്
മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ള ഭാഷാ ചിത്രങ്ങൾ ഒരുപക്ഷെ അത് അന്ന് ഓടിയിട്ടുണ്ട്. 10 Commandments ആണെങ്കിലും ബെൻഹർ ആണെങ്കിലും ഒക്കെ അന്ന് ഓടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ബോളിവുഡ് സിനിമ. പക്ഷേ അതൊന്നും നമ്മുടെ ഇതിന് പക്ഷെ അതിനോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടും ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് മറ്റേ തെലുങ്ക് സിനിമയുടെ ഒരു പടം കണ്ടിട്ട് അതിന്റെ ഒരു നേച്ചറിൽ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കണം. അല്ല കുറെ ആൾക്കാരെ കൂട്ടി നിർത്തി അതേമാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസം വേണ്ടേ. ആദ്യം ഒരു പ്രൊഡ്യൂസറിന്റെ ഏറ്റവും വലിയ കടമയാണ് വാട്ട് ഈസ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി, എന്റെ ഡയറക്ടർ സൂചിപ്പിച്ച മാതിരി, പപ്പേട്ടനാണെങ്കിലും പത്മനാഭൻ സാറാണെങ്കിലും ഭരതനേട്ടനാണെങ്കിലും ഇവരൊക്കെ മികച്ച സിനിമകൾ ഉണ്ടാക്കിയവരാണ്. അവരൊരു സ്ക്രിപ്റ്റിങ്ങിന് കൂടെ അവരുടെ വായനകളിലൂടെ MT വാസാറ് അദ്ദേഹം വായന കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം സ്ക്രിപ്റ്റായിട്ട് ഇറക്കിത്തിരിക്കുന്നതല്ല. ഞാനിത് പറയാൻ കാരണം ഒരു പൊതുവേദിയിൽ ഇത് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വേദിയിൽ ആവശ്യമില്ല. പക്ഷെ പലരും കഥ പറയാനായിട്ട് വരാറുണ്ട്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന കഥ ഒട്ടും വിശ്വസനീയമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മീഡിയാസ് എന്നുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക കഥ കേട്ടിട്ട് എങ്ങനെ സിനിമ അവരുടെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടതെന്ന് നിങ്ങളുടെ സജഷനോട് കൂടിയ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുള്ളൂ.